ഇപ്പോൾ നമ്മളിന്ന് നമ്മളെ കുറേ കാലത്തിന് ശേഷം 2 മാസത്തിന് ശേഷം നമ്മളെ സിവിക്ക് വർക്ക് കഴിഞ്ഞിട്ട് വരിക കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മളെ നാട്ടിലെത്തിക്കണ്. എറണാകുളത്ത് നിന്നാണ് വണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ബോണറ്റ് നമ്മൾ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവം വേറെ കയറ്റാൻ വേണ്ടി കൊണ്ടുപോയതാണ്, പക്ഷെ നടന്നില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഫ്രണ്ടിലെ സ്റ്റെപ്പിന് ഒന്ന് പഞ്ചറായിരുന്നു. സോറി, സ്റ്റെപ്പിനും പഞ്ചറായിരുന്നു, അതിൻ്റെ അലൈവും പഞ്ചറായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഒന്ന് കാറ്റടിക്കുക, ഫസ്റ്റ് പരിപാടി അതാണ്. അപ്പോൾ എന്താ പറയുക, നമ്മളിത് ഇറക്കുമ്പോഴത്തേന് തന്നെ അത് കയറ്റി വിടുമ്പോൾ അത് പഞ്ചറായി. ഇപ്പോൾ കാറ്റില്ല അവന് ടയറിൽ, അങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മളത് ഒരു സൈഡ് തന്നെ കുറവുണ്ടായിരുന്നുള്ളത് അടിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഏകദേശം വണ്ടി ഇവിടെ എത്തിയപ്പോൾ ഒരു 6:30-7 മണി ചെയ്യുന്നുണ്ടാ. അപ്പോൾ നൈറ്റ് ഷൂട്ടാണ്, അപ്പോൾ വലിയൊരു ക്ലിയർ ഒന്നുമില്ല, ഉള്ള ക്ലിയർ വെച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ എന്തായാലും നമ്മളെ നാട്ടിലേക്ക് കണ്ട് കൊണ്ടുപോകണം, വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇറക്കാന്നുള്ള പ്ലാനില്ലേ. വണ്ടി ആകെ പൊടി പിടിച്ച, ആകെ എന്താ പറയുക, കുറേ കാലം യൂസ് ഒന്നും ചെയ്തിട്ടില്ല, വർക്ക്ഷോപ്പിൽ നിന്നൊക്കെ എടുക്കലിരുന്ന, അതിൻ്റെ ഒരു പ്രശ്നം വണ്ടിക്കുണ്ട്. അപ്പോൾ ഫൈനലി എന്താ നമ്മളെ നാട് എത്തിക്കുന്നുണ്ട്. പക്ഷേ ഇനിയൊരു പോക്കറ്റ് റോഡാണ്, റിക്കവറി വണ്ടി അവിടെ കയറാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും എന്താ പറയുക, നമ്മൾ കഷ്ടപ്പെട്ടിട്ട് വണ്ടി എന്തായാലും കയറ്റിയിട്ടുണ്ട് കേട്ടോ. സംഭവം നമ്മൾ കൊണ്ടുപോയത് എയർ ചെയ്യാനായിരുന്നു കേട്ടോ, ഹൈഡ്രോളിക് ചെയ്യാനായിരുന്നു. പക്ഷേ എന്താ പറയുക, സംതിങ് ഇഷ്യൂസ് കാരണം അത് നടന്നിട്ടില്ല. എയർ നമ്മളൊരു ഫ്രണ്ട് വഴി നമുക്ക് സെക്കൻഡ്സ് റെഡി ആയിരുന്നു. പക്ഷെ അത് നമ്മൾ ആ വണ്ടിയിൽ നിന്ന് ഊരി നോക്കുമ്പോൾ എന്താ പറയുക, ഈ എയർ ബാഗ് നമ്മൾ വിചാരിച്ച അത്ര ഒരു ക്വാളിറ്റി കണ്ടില്ല. അപ്പം എന്തായാലും നമ്മൾ ഇനി ഫ്രഷ് തന്നെ ചെയ്യാന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. എന്തായാലും വണ്ടി ഫൈനലി നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 മാസം നമ്മൾ വണ്ടി ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അറിയുന്നവരൊക്കെ ഒരുപാട് ആൾക്കാരെ വിളിച്ച് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു, വണ്ടി എവിടെ, വണ്ടി കൊടുത്തോ എന്നൊക്കെ. ഫ്രണ്ട് നമ്പർ അതേപോലെ നമ്മൾ ഊരിയിട്ടാണ് അവിടെ നിന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആക്ച്വലി പെയിൻറ്റിങ്ങിന് വേണ്ടി ചെയ്താണ്, പക്ഷേ എയർ കയറ്റാത്തതുകൊണ്ട് പിന്നെ നമ്മളത് പെയിൻറ്റിങ് ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, നമ്മളെ നാട്ടിൽ തന്നെ ചെയ്യാനൊരു പ്ലാനിലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അത് കുറച്ച് ലേറ്റായി, ഞാൻ പറഞ്ഞല്ലോ നൈറ്റ് വീഡിയോ ആണ് വരുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ക്ലിയറിന് കുറച്ച് കുറവുണ്ട്. പിന്നെ ഇതിൽ തന്നെ നമുക്കറിയാം വണ്ടി ഫുൾ ആകെ പൊടിയാണ്. എന്നാലും നമ്മൾ വണ്ടി ഇറക്കുന്ന പരിപാടിയിലാട്ടെ. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നാളെ നമുക്ക് അതിൻ്റെ ഒരു വർക്ക്ഷോപ്പിൽ പോയിട്ട് ഗാരേജിൽ പോയിട്ട് വേണം ഇതിൻ്റെ ഫ്രണ്ട് ബമ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ. പിന്നെ നമ്മൾ നോർമൽ വണ്ടി ഇറക്കുന്ന പോലെയല്ല, ഈ വണ്ടി ഇറക്കുമ്പോൾ അത്യാവശ്യം ലോവർ ചെയ്ത് വണ്ടി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല റിസ്ക് ആണ് കേട്ടോ. അതായത് നമ്മളെ പലകൻ്റെ ചെറിയ മുട്ടിയൊക്കെ ഇട്ടിട്ട് വേണം ഇറക്കാൻ, അല്ലെങ്കിൽ ബാക്ക് ബമ്പറും ഫ്രണ്ട് പിന്നെ നമ്മൾ ബമ്പർ ഊരിച്ചുകൊണ്ട് വലിയൊരു സീനില്ല. നമ്മളെ കാരണം എന്തായാലും 2-3 വണ്ടി വന്നിട്ട് റോഡ് മൊത്തം ബ്ലോക്ക് ആയിക്കണേ. കൂടെ നമ്മളെ ഡ്രൈവറെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. എന്തായാലും മൂപ്പരെടുത്തുണ്ടാവും. ഇതാണ് നമ്മളെ ബോഡി ഗാർഡ്. എങ്ങനെയുണ്ട്? ഒന്ന് കുത്തടോ, ജന്തടോ കുത്താത്ത ഒരു സമാധാനമായില്ല. ആദ്യം എനിക്ക് നമ്മളെക്കാട്ടി വിഷമോ ഇത് സാധനം കാണാനിട്ട്. അമ്മ പറഞ്ഞ എന്ത് കുട്ടാപ്പൂ മുട്ട നോക്കിട്ടടാ, കുറച്ചും കൂടി പറഞ്ഞ ആ സൈഡ് നോക്കണ ഒന്ന്. കറക്റ്റ് ഗ്യാപ്പാണ് ഫാദിയ, കറക്റ്റ് ഗ്യാപ്പാ. തട്ടിയാ ആ ഒന്ന് പൊക്കി ഞാൻ ഒന്ന് പൊക്ക്. അവിടെ ഒരു ചെറിയ കട്ട ടയർ വെച്ചെടുത്താ അവിടെ നോക്കടാ. ഇത് പിന്നെ ആ ചെറിയ കട്ട ഇവർക്ക് ആ ഡിക്കിലുണ്ടാകൂടാ. ഇല്ല അടുത്ത നമ്മളെ സ്വന്തം സാധനം തന്നെയാണ്. ആ അവിടെ വെച്ചാ ഇങ്ങോട്ട് ഇങ്ങനെ കുറച്ചിറക്കിയാക്ക്.
ഫാദിയ കറക്റ്റ് അല്ലേ ടയറിന്? തട്ടില്ലല്ലോ? ഫ്രണ്ട് സീൻ ഉണ്ടാവില്ല, ബമ്പർ ഊരി വെച്ചോണ്ട കുഴപ്പമില്ല. പോറ്റ അല്ലടാ, അത് പഞ്ചറായതാ. അത് വേറെ ഇട്ട് നാളെ ഇട്ടു, പഞ്ചർ അടച്ചിട്ട് ഇട്ടാ. മാറ്റിയിട്ടൊന്നുമില്ല. ആ വീലിന്റെ രസം ഉണ്ടാവില്ലടാ. ആ പോല ആദ്യം കുറച്ച് ഇറക്കി കേട്ടോ, പതുക്കെ ഇറക്കിക്ക. ഓക്കെ, ബ്രേക്ക് ഒന്ന് കാലെടുത്തോ ഫാദിയ, ബ്രേക്ക് ഒന്ന് കാലെടുത്തോ. ഫാദി സ്റ്റാർട്ട് ചെയ്താ, ആ ഡോർ അടച്ചാൾട്ടാ. അതിന് ബാക്ക് വെച്ച് കൊടുത്താളെ. ഓടിച്ചോ ആ അത് കുഴപ്പമില്ല. ഒടിച്ചെടുക്കാൻ പറ. അത് നമ്മളുടെ അട്ടാ ചെറുത്ത്. അങ്ങനെ എന്തായാലും ഫൈനലി എന്താ പറയാ, നമ്മൾക്ക് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ഉണ്ടായിരുന്നുണ്ടാ. ഒരുപാട് കുറച്ച് എന്താ പറയാ, നമ്മുടെ കാഴ്ചക്കാരായിട്ടും സഹായിക്കാനായിട്ട് ഒരുപാട് നമ്മുടെ ടീംസ് തന്നെയാണ്. നമ്മളെ വണ്ടിന്റെ സത്യം പറഞ്ഞാൽ വണ്ടിന്റെ ബിഗ് ഫാൻസായിട്ടാ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഡോറിനെ കുറിച്ച് ചെറിയ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് അതിന്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനത്തെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മളെ വീട്ടിലേക്ക് എത്തിക്കാന്നുള്ള ലക്ഷ്യമാണ്. അങ്ങനെ ഫൈനലി നമ്മളെ വീട്ടിലേക്ക് എത്തിച്ച് നമ്പർ എന്തായാലും ഫിറ്റ് ചെയ്തിട്ടില്ല, നാളത്തെ വർക്കാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇതുപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതൊക്കെ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നമ്മളെ ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ ഒരുപാട് വണ്ടിൻ്റെ വിശേഷങ്ങളായിട്ട് നമ്മൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ.